ഇന്ന് ഞങ്ങളെ പറമ്പിൽ നിന്ന് ഒരു കൈതച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോഴേ വെച്ച് പിടിപ്പിക്കുന്നതാണ്. ആദ്യമൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടാറുണ്ട്. പിന്നെ മുള്ളൻപന്നി ആശാൻ്റെ ശല്യം തുടങ്ങിയതിന് ശേഷം, മുള്ളൻപന്നിയാണോ പന്നിയാണോ എന്നറിയില്ല, രണ്ടും ഉണ്ട് ഈ നാട്ടിൽ. അപ്പോൾ അവർ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും. ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അത്യാവശ്യം പാകം വന്ന് കാണുമ്പോൾ വന്ന് അതിൻ്റെ എന്താ പറയുക, പൂവ് ഇലയൊക്കെ തട്ടിച്ചാടി പഴുപ്പങ്ങ് തിന്ന് കളയും അവർ. അപ്പോൾ 2-3 അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ എന്താ പറയുക, നോക്കിയിരിക്കും, പക്ഷെ അവരെവിടുന്നോ വന്ന് അതടിച്ചു മാറ്റിക്കും. അതുകൊണ്ട് ഇത്തവണ 2-3 വെച്ചാൽ നല്ല വലിയ സൈസാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മളൊരു 4-5 കൊല്ലമായിട്ട് അതിങ്ങനെ മെനക്കെട്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നതാണ്. അതിൽ നിന്ന് കായ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലത്തെ ആ പൂ പറിച്ച് രണ്ടാമത് നടും. വരമ്പ് നിറച്ചു ഇതിങ്ങനെ നട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ പാകം പിടിക്കാറാണ് പതിവ്. അങ്ങനെ ഒരു തവണ ഒരു പൂവിൻ്റെ അകത്ത് നിന്ന് കുറേ ഇതുപോലത്തെ വിത്തുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ തൈ വിത്തുകൾ എല്ലാം വെച്ചത് അങ്ങോട്ട് ഇങ്ങേ തലവല മുള്ളൻപന്നി വന്ന് എല്ലാം പിച്ചി ചീന്തി കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ കണ്ടതിൻ്റെ ഭാഗത്തുള്ള ചെറിയൊരു നനവിൽ കിടക്കുന്ന സാധനം ഉണ്ടാവില്ലേ, അത് തിന്നിട്ട്. അപ്പോൾ ഇത്തവണ നമ്മളെന്ത് ചെയ്ത് അതിനെ മൊത്തം ചാക്ക് കൊത്തി വെച്ച് കയറുകൊണ്ട് വെറുതെ കെട്ടി അതിന് മേലെ വെള്ള എന്താ പറയുക തോർത്തും കൂടി വെച്ച് കൊടുക്കും. അതുകൊണ്ട് ആ പരിസരത്ത് ഇപ്രാവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് കിട്ടില്ല ഇപ്രാവശ്യത്തെ കൈതച്ചക്ക. നിങ്ങൾക്കും നഷ്ടപ്പെടാറുണ്ട് ഇതുപോലെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ മുള്ളൻപന്നീൻ്റെ ഇടയ്ക്ക് ശല്യമായിട്ട്? ഇതാ എൻ്റെ പാറക്കുട്ടിയാണ് കഥ പറയുന്നത്. പാറക്കുട്ടിൻ്റെ കഥ കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പാറക്കുട്ടി കഥ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അവളുടെ വകയാണ് എഡിറ്റിങ്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് എഡിറ്റൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അവൾക്കും ഒരു താല്പര്യം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോഴേ അവൾ വന്ന് നിന്ന് പറയാൻ തുടങ്ങി. അവൾ അങ്കമ്പാടി കഥയാണ് പറയുന്നത്. അങ്കമ്പാടിയിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ ചക്ക മുറിച്ചു, പിന്നെ ഞങ്ങൾ ചക്ക തിന്നു. ഇതൊക്കെയാണ് അവൾ പറഞ്ഞു തരുന്ന രസങ്ങൾ. അവളുടെ കഥ നമുക്ക് മറ്റൊരു ദിവസം കേൾക്കാം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കണും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മുള്ളൻപന്നിയുടെ ശല്യത്തിൽ നിന്ന് നമ്മുടെ കൈതച്ചക്കയും കപ്പയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെള്ള തുണിയോ വെള്ള കവറോ എന്തായാലും കെട്ടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെയുള്ള മുള്ളൻപന്നികളുടെ ഇടങ്ങാറിൽ നിന്ന് നമുക്കത് കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഫോർ സപ്പോർട്ട്. ഓക്കേ.